ഇന്നൊരു സർപ്രൈസ് ഉണ്ട്, ആരോടും പറയണ്ട. അതെ, ഹലോ കൊക്കോസ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു 250 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ യൂട്യൂബ് ചാനലിൽ കയറി കാണുക കേട്ടോ. അതെ, ജർമ്മനിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം, എന്നിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടണം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. അതിന് മുമ്പായിട്ട് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് അറിയോ? എന്താണ്? പറഞ്ഞതുപോലെ നമ്മളൊരു സർപ്രൈസുമായിട്ട് വന്നേക്കാണ്. അപ്പം ഇതാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ സപ്പു. അപ്പം സപ്പു എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇവന്റെ പേര് സഫാൻ എന്നാണ്. അപ്പം നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. എന്തൊരു ഭയങ്കര റീസൺ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ആക്ച്വലി. ഇപ്പൊ ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കണോണ്ട്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ നോ റിയാക്ഷൻ ചാലഞ്ച് ആയിരിക്കും. അപ്പൊ നമ്മൾ കുറെ ഫുഡ് ഐറ്റംസ് കാണും. അത് കഴിച്ചിട്ട് റിയാക്ഷനെ കാണിക്കരുത്. അല്ലേ? റിയാക്ഷൻ കാണിക്കാത്ത ആളായിരിക്കും. അതെ, ഒട്ടും ഒന്നുമേ കാണിക്കരുത്. ഇപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇപ്പൊ? അപ്പൊ കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒനിയൻ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, അതെ, പുളിയുണ്ട്, കാന്താരി മുളകുണ്ട്, ഉപ്പുണ്ട്, ഷുഗർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിച്ചു. കാന്താരി മുളക് കഴിക്കുമ്പോ പോലും എക്സ്പ്രഷൻ ഒന്നും വരാൻ പാടില്ല. അതെ അതെ, ആ മുഖം വിളർന്നത് കണ്ടോ? കണ്ടോ, ചുമക്കുന്നുണ്ടോ? അതാ നമുക്കൊന്ന് നമ്മളത് കഴിച്ചിട്ട് റിയാക്ഷനെ കാണിക്കരുത്. അതാ ആയിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് പോവാം. എല്ലാം ഇവിടെ സെറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ആദ്യം എന്താ എടുത്ത് കഴിക്കുന്നത്? സഫാന്റെ ഇഷ്ടം. നമ്മൾ സവാളയിൽ നിന്ന് തുടങ്ങിയാലോ? അതെ, ഓക്കെ. ഓൾറെഡി ആദ്യമേ ആലോചിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 പീസ് സവാള ഉണ്ട്. ഒരെണ്ണം ഞാൻ എടുത്തു. ഓ, എനിക്ക് വലിയ പീസാണ് കിട്ടും. അങ്ങനല്ല. ഓക്കെ, അപ്പൊ ഇത് കഴിക്കണം. ഒരു റിയാക്ഷൻ വരാൻ പാടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇതിനൊരു വികാരമില്ലേ? ഓക്കെ, അപ്പം ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കണ്ണിട്ടൊന്ന് തുടച്ചേ. അതല്ലേ? തുടങ്ങി കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചിക്കൻ ഫ്രൈഡ് കൂടെയൊക്കെ കഴിക്കുന്നുള്ളതുകൊണ്ട്. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് ഇഞ്ചി. ഇഞ്ചി. ഓക്കെ, ചില്ലി ആയാലോ? ഇഞ്ചി മതി. ഇഞ്ചി മതി. ഓക്കെ, എടുത്തോ. ചെറിയ പീസ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളല്ലേ ചലഞ്ച് ഒക്കെ എനിക്ക് തന്നത്. നിങ്ങൾ ആദ്യം വലുതെടുക്കും. തോന്നിക്കുണ്ട് കേട്ടോ, കുഴപ്പമില്ല, നല്ലതാണ് ഇഞ്ചി. കഴിക്കല്ലേ? ആവേശം കൊണ്ടോ ഇഞ്ചി കഴിക്കാൻ? ചിക്കൻ ഫ്രൈ കിട്ടിയ പോലെ. അതെ, ഓക്കെ, കഴിക്കാം. 1 2 3 സ്റ്റാർട്ട്. മുഖം വെക്കാം. അച്ചി വെള്ളം നാല് വെള്ളം കാണാം. കുഴപ്പമില്ല. എന്തുകൊണ്ട് സാധനം ഇതൊക്കെ? കഴിച്ചാലോ? സമയം കഴിച്ചിരി. അത് ഇറങ്ങി ഓൾറെഡി. വെള്ളം തരാമോ? തരത്തില്ല. ഓക്കെ, എന്റെ മൂക്കിൽ തെണ്ടി മൂക്ക തെണ്ടി കൊണ്ടു മൂക്കട്ട എല്ലാം കൂടി തന്നല്ലോ. വെള്ളം തരുമോ? ഇല്ല, വെള്ളമല്ല. ചാലഞ്ച് ഒക്കെ ഇത് കഴിച്ചു നോക്കുക. അടുത്ത കഴിക്കാം. ഇവിടെ കുറച്ചു പേരൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളവും ജ്യൂസും ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ, കാരണം നമ്മള് ഞങ്ങൾക്ക് വികാരങ്ങളൊക്കെ തോന്നും. അതെ, അത്രേ ഉള്ളൂ. പിന്നെ
സഫാന്റെ ഇഷ്ടം ക്യാരറ്റിലോട്ട് പോകും. വേണ്ട, നമുക്ക് പുളിയിലോട്ട് പോകും. അതാണ് എന്റെ ഇഷ്ടം പറഞ്ഞത്. അത് കൊള്ളാലോ. പുളി മതി അല്ലേ? പുളി മതി അല്ലേ? പുളി മതി. ഓക്കെ, എടുത്തോ. എല്ലാം ആദ്യമേ അല്ല, അവള് വലുതെടുക്കും, ഞാൻ ചെറുതെടുക്കും. എനിക്ക് വലുത് കിട്ടും. അപ്പൊ നമുക്ക് പുളി കഴിക്കാം. യെസ്. 1 2 3 സ്റ്റാർട്ട്. കുഴപ്പമില്ല, ഓക്കെ അത്ര കുഴപ്പമില്ല. ഓക്കെ ആണെന്ന് പ്രതിമ പോലെ ഇരിക്കുന്നില്ല. ഇച്ചിരി ആണെങ്കിൽ ഇതെങ്ങനെ ചവച്ചൂടാണ് തോന്നുന്നത്. അഞ്ഞു തന്നോ. പുളി അവരുടെ കൂടെ കൊണ്ടുവരാം. നമുക്ക് ക്ലോസ് കഴിക്കാം. ഓക്കെ, നമ്മള് ഗ്രാമ്പ് കഴിക്കാൻ പോവാണേ. അത് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ, വലിയ സാധനമായിട്ട് ക്യാമറ എടുത്ത് വെച്ചാൽ പറ്റും. അത് വലിയ സാധനം. അതൊക്കെ ഞാൻ എടുത്തു. എടുത്തോളൂ. ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, വലിയ ടാസ്ക് ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്ത് വിചാരിക്കുന്നു? ഓക്കെ, വായിലിടാം. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ബിരിയാണി ടേസ്റ്റ് അതെ കുഴപ്പമില്ല. ചിലവർക്കൊക്കെ ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെടുവേ. ഓക്കെ, നമുക്ക് അടുത്ത് കഴിക്കാം. ഇവിടെ വലിയ സീനൊന്നുമില്ല. അടുത്ത് എന്ത് കഴിക്കാം? അടുത്ത ഈ സാധനത്തിന്റെ പേര് അത് വേണ്ട, അത് വേണ്ട. അത് വേണ്ട. നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാവരും എടുത്തോട്ടെ, വെളുത്തുള്ളി എടുത്തു. വലിയ പീസ് വെളുത്തുള്ളി. ചതിക്കപ്പെട്ടു ഗൈസ്. അതെ, എപ്പോഴും ചെറുതായിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം വലുത്. ഓക്കെ, ഓക്കെ, കഴിക്കാൻ പോവാം. 2 3 സ്റ്റാർട്ട്. ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഗ്രാമ്പും വെളുത്തുള്ളിയാണ് ടേസ്റ്റ്. ഒരു എരിവുണ്ട്. എനിക്ക് വയറ് നല്ല കവളായിരിക്കണം. അപ്പം അതൊരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു. നമ്മൾ കഴിച്ചപ്പോഴത്തേക്ക് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. മൊത്തം കഴിച്ച് നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇറക്കിയപ്പോ എന്റെ ഇവിടേക്ക് അങ്ങ് പൊള്ളി. നിങ്ങൾക്കോ? ഞാൻ റിട്ടേൺ വന്നു. എനിക്ക് പൊള്ളിയില്ല. തുപ്പി കേട്ടോ. എനിക്ക് പൊള്ളിയില്ല, പക്ഷെ അത് കഴിച്ചിട്ടുണ്ടല്ലോ വിശക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. അതെ, വിശക്കുന്ന വെള്ളം കുടിച്ചോളൂ. എരിവില്ല. എരിവായിട്ടില്ല, എനിക്ക് ജസ്റ്റ് എന്തോ ഒരു ഉണ്ട്. ബുദ്ധിമുട്ട് പോലെ. നമ്മൾ വിചാരിച്ച ആദ്യം കഴിച്ചാൽ നമ്മൾ വിചാരിച്ച പെട്ടെന്ന് ഓക്കെ ആണ്. കുഴപ്പമില്ല. ഓക്കെയാണ് ഗൈസ്. കഴിയുമ്പോഴേ മനസ്സിലായത്. ഗ്രാമ്പ് കൂടെ മിക്സ് ആയോണ്ടായിരിക്കാം. ആയിരിക്കും. ഇപ്പോഴും ആ പൊള്ളലുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഇനി അടുത്ത് തുടങ്ങാം. അടുത്ത് നമുക്ക് കുരുമുളക് എടുക്കാം. ഇവിടെ സ്പൂണിൽ പറയുന്നതിന് മുമ്പ് എടുത്ത് വെച്ചേക്കോ, അത് മതിയെന്ന് തീരുമാനിച്ചു. ആ, പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ, ഫ്രഷ്. കുരുമുളക് കാണുന്നുണ്ടോ? ഇനി ഇങ്ങനത്തെ ചാലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഗൈസ്. ഞാനും ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യുള്ളൂ. അതെ, അവൾ ഒറ്റയ്ക്ക് ചെയ്തോളൂ. അവളുടെ അടുത്ത ഐഡിയ ഐഡിയ കൊണ്ടുവന്ന ഗൈസ്. കഴിക്കുവാണേ ഗൈസ്. പറയൂ, ഇഷ്ടംപോലെ ഗൈസ് ആയിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ കഴിക്കാം. ഇനി ഞാൻ കുഴപ്പമില്ലാന്ന് പറയൂല. കുഴപ്പമില്ലാന്ന് എപ്പ പറയുന്നു അപ്പൊ പണി കിട്ടും. ആട്ടുന്നുണ്ട്. കുഴപ്പമില്ല. എന്തോ കുഴപ്പമുള്ളത്? അത് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു സാധനം ട്രൈ ചെയ്യാനുണ്ട്. ഇത് അത്ര കുഴപ്പമില്ല. ഉപ്പ് എടുത്തില്ല. ഉപ്പെടുത്താലോ? ഉപ്പ് തിന്നാം. സോൾട്ട് ആൻഡ് പെപ്പർ എന്നല്ലേ അതെ, പറയാറ്. സോൾട്ട്. ഓക്കെ, നമ്മളിപ്പോ തിരിഞ്ഞു പോയി. പെപ്പർ ആദ്യം കഴിച്ചു, ഇനി സോൾട്ട് കഴിക്കാം. അതെ, അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ഉപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഉപ്പ്. അപ്പൊ തട്ടിക്കോ. അപ്പൊ ഓരോ 3 സ്പൂണിൽ ഇടതാണ്. ഞാനാണ് ഇടുന്നേ. എല്ലാം ഒരേപോലെ ആയിരിക്കണേ. പിന്നെ മതി, മതി. മതി, മതി, മതി. അതെ, ഒരുപാട് മതി, മതി. എടാ, ചീന. ഓക്കെ, പിടിച്ചോളൂ. ഓമേ കാണാം. ക്യാമറ ഉണ്ടല്ലോ, പകുതി മനപ്പൂർവ്വം തട്ടിക്കളയാം. അത് തിരിച്ചിടുന്നതാണ്. ഒരുപാട് തട്ടില്ല, കുറച്ചേ പോയുള്ളൂ. അതെ, ഇവിടെ തട്ടി, ഇവിടെ മൊത്തം തട്ടിക്കളഞ്ഞു. കുറച്ച് നന്നായിട്ട് ഇട്ടോ. എന്റെ കൂടെ അങ്ങോട്ട് ഇട്ടോ. അതെ, ഇവിടെ നോക്കി ഇവിടെ മൊത്തമായി. ആ, മതി, മതി. ആ, മതി. അതെ, അവിടെ നീ കളഞ്ഞു വരുവാണ്. ഇത്രയും കൂടുതലാണോ? ക്യാമറ കാണുന്നുണ്ടോ ഇതൊക്കെ? ക്യാമറ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ അതിനകത്ത് കുറവുണ്ടോ? ഉപ്പ് കുടിച്ചാൽ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞത്. ഉപ്പ് കഴിക്കുന്നവൻ വെള്ളം കുടിക്കും, നമ്മൾ വെള്ളം കുടിക്കും. ഓക്കെ, കയ്യിലൊന്നും മാറ്റും. അപ്പൊ guys, നമ്മള് ഉപ്പ് കഴിഞ്ഞാൽ മതി. എല്ലാരും ഒന്ന് ഫ്രണ്ടോട്ട് കാണിക്കൂ. ഓക്കെ, Cheers. 1 2 3 സ്റ്റാർട്ട്. അതൊരു ടാസ്ക് ആയിരുന്നു. അയ്യോ, ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷെ കൊള്ളാൻ തോന്നും. ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് കൊച്ചിലെ ഉപ്പ് ചുമ്മാ തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ വീടാ ഇഷ്ടങ്ങളുണ്ടായിരുന്നല്ലേ? നെക്സ്റ്റ് നമുക്ക് കോളിഫ്ലവറിലോട്ട് പോകും. ഇതാണ് കോളിഫ്ലവർ. കോളിഫ്ലവർ ഭയങ്കര സിമ്പിളാണ്. വെറുതെ തിന്നുന്ന ഇഷ്ടമുള്ളതാണ് ഇവിടെ. കോളിഫ്ലവർ വെറുതെ എന്നെ തിന്നുന്ന പഠിപ്പിച്ച ഈ കുട്ടിയാ. ഞാൻ ഇതൊന്നും കഴിച്ചില്ല. ഞാൻ എന്തെങ്കിലും പെട്ടുപോയതാണ്. പെട്ടിരിക്കുന്ന 1 2 3 സ്റ്റാർട്ട്. ഇത് മാപ്പി ചോദിച്ചിട്ട് കഴിക്കരുത് guys. നമ്മള് ബോയിൽ ചെയ്തിട്ടില്ല, വെറുതെ തിന്നാണ്. കുഴപ്പമില്ല. നമുക്ക് ഇനി 3 ഐറ്റംസ് കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അവസാനത്തെ വജ്രായുധമായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്.
ഇതിലാരൊക്കെ പെടും എന്നറിയാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പെടും. ഓക്കെ, അപ്പൊ അടുത്തത് ക്യാപ്സിക്കം ആയാലോ? എന്റെ ഒരു മൈൻഡ് ക്യാപ്സിക്കം പറയുന്നത് എന്താ പറയുന്നത്? എടുക്കാം. ഓക്കെ, ക്യാപ്സിക്കം എടുത്തോ. നമ്മുടെ ഈ ചെറിയ പീസ് നോക്കി ചെറുതോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ചെറുതേതാ വലുതാ? എല്ലാം ഒരേ സൈസ്. വെറുതെ തിന്നാറുണ്ടല്ലോ. നല്ല അതും പഠിപ്പിച്ചെന്നാ അവിടെ. അയ്യോ, ഞാൻ തിന്നു തുടങ്ങി. ഓക്കെ, തിന്നു തുടങ്ങിക്ക. ഓക്കെ, അതിന് ചെറിയ മധുരം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കൊള്ളാം. അതെ, ഒരു ആശ്വാസം. സത്യം. ഇനി കല്ലും മണ്ണും കൂടി ടെസ്റ്റ് ചെയ്യാൻ ബാക്കി എല്ലാം തിന്നുന്നുണ്ട്. അപ്പോഴോ ഓക്കെ, ഇത് കൊള്ളായിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യണം ക്യാപ്സിക്കം. വെറുതെ തിന്നണം. പിന്നെ അടുത്ത ക്യാരറ്റ്. അത് ക്യാരറ്റ് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ട് ഇവിടെ. അതുകൊണ്ട് ട്രാപ്പ് ആയതാ. അത് ഞങ്ങൾ മനഃപൂർവ്വം വെച്ചതാണ്. പക്ഷെ ഇങ്ങനെ തന്നെ ഞാൻ കഴിക്കും, കുഴപ്പമില്ല. അല്ലാതെ കഴിക്കാൻ ഇഷ്ടം തന്നെയാണ്. ഓക്കെ, ഓക്കെ, സെറ്റ്. ക്യാരറ്റ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റായി അങ്ങനെ നമ്മൾ അവസാനത്തെ. കാന്താരിമുളക് നമ്മൾ മാടി മാടി വിളിക്കുന്നുണ്ട്. അതെ, ഇതിനെങ്കിലും കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടണം. ഒരു മനുഷ്യക്കുഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 3 കാന്താരിമുളക് വെച്ചിട്ട് നന്നായിട്ട് ഉപ്പിന് മുക്കി വെച്ചിട്ടുണ്ട്. അതെ, 3 കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് ഗൈസ്. കാണാൻ ഉപ്പ് തൊട്ടേക്കാം. 3 എണ്ണം ഉണ്ട്. അപ്പൊ ഓർമ്മ എടുത്തോ. ഇപ്പൊ ചെറുത് നോക്കിയെടുക്കും. ചെറുത് നോക്കിയെടുക്കണ്ട. അവിടെ എനിക്ക് വലുതാണ് കിട്ടിയത്. അല്ല, ഇതാണ് നമ്മുടെ. തീയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് വെറുതെ ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റത്തെ നമ്മുടെ കാന്താരി കഴിക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയത്തില്ല. ഒരു പിടുത്തമില്ല. അതെ, കാന്താരി മുളക് കൊണ്ട് വേറെ മുളകാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വൈകിട്ട് ഷിഫ്റ്റ് ഉള്ളത്. ഇത്രേ ഉള്ളൂ. സാധനം ഇത്രേ ഉള്ളൂ. സാധനം ഇത്രയേ ഉള്ളൂ, പക്ഷെ കാന്താരി ആണല്ലോ. ഞാൻ കാന്താരി അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. അതെങ്കിലും ഇനി അങ്ങനെ പറ. 2, 3 സ്റ്റാർട്ട്. നട്ടായിട്ടതേ ഉം. ചുണ്ടിക്കൊണ്ട് ചെറിയൊരു പൊക്കച്ചിലുണ്ട്. എന്നാലും എന്നാലും ഈ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ അത്രയും വന്നിട്ടില്ല. വെളുത്തുള്ളി ആയിരുന്നു ഇതിന് ടാസ്ക്. ശരി, കാന്താരി ഇരുന്നിരുന്നെങ്ങാനും അതിന്റെ എരിവൊക്കെ പോകുന്ന അറിയത്തില്ല. അതും പറയാൻ പറ്റില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ പുക വരുന്നത്. എരിവില്ല. എരിവില്ല, അതാ. ഓക്കെ ആണ്. അപ്പോൾ ബാക്കി പറയും. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതെ, നമ്മുടെ ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? എന്നിട്ട് വിന്നർ ആരാന്നും കൂടെ പറഞ്ഞു. നിങ്ങൾ പറയണം. നമ്മൾ പറയുന്നതായിരിക്കും ഇവളാണ് വിന്നർ ഒന്നും പറയത്തില്ല. അത് കമന്റ് ചെയ്യും. വെള്ളം കുടിക്കണം കേട്ടോ. എന്തിനാ ചുമ്മാ എരിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു ചാലഞ്ചുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നോ അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാം, നമ്മളത് ട്രൈ ചെയ്യും. അപ്പം അതിലേക്കും ഒരാൾ ബൈ. ബൈ ബൈ.